നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബു ബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം വിഘ്നേശ്വര, ഓം മഹേശ്വര, ഓം പാർവതി ദേവി ഭഗവതി ഋഷിണി, ഓം സുബ്രഹ്മണ്യ സ്വാമി ഋഷിണി, അയ്യപ്പ സ്വാമി ഋഷിണി. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 കടന്ന സമയം മുതൽ 2025 പൊതുവിൽ കുറേയേറെ നക്ഷത്രക്കാർക്ക് ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ സമ്മാനിച്ച് കുറച്ച് പേർക്ക് വളരെയധികം സന്തോഷം തരുന്ന യോഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ 2026 ആരംഭിച്ച സമയം മുതൽ, അതായത് ജനുവരി മാസം മുതൽ അങ്ങോട്ട് നോക്കിയാൽ ഇപ്പോൾ ഇതേ നിമിഷം വരെ എല്ലാ നക്ഷത്ര ജാതർക്കും ഇന്നല്ലെങ്കിൽ നാളെ സ്വാഭാവികമായും അനുഗ്രഹദായകമാകുന്ന ഒട്ടനവധി യോഗങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. 2026 പൊതുവിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, എല്ലാവർക്കും നന്മ വരുത്തുന്ന ഒരു വർഷമായി മാറുമെന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത്. ഫെബ്രുവരി മാസത്തിലെ 3-ാമത്തെ ആഴ്ച രൂപപ്പെടുന്ന ബുധാദിത്യ രാജയോഗം, ധനയോഗത്തോടൊപ്പം സംജാതമാകുന്ന ബുധാദിത്യ രാജയോഗം പൊതുവിൽ ഭക്തജന വ്യവസ്ഥകൾക്ക് വളരെയധികം അനുഗ്രഹം നൽകുന്ന പല മുഹൂർത്തങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ളതാണ്. 2026 ഫെബ്രുവരി മാസത്തിലെ 3-ാമത്തെ ആഴ്ച 2 മഹത് യോഗങ്ങളാണ് രൂപം കൊള്ളുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ബുധനും ആദിത്യനും ചേരുന്ന ബുധാദിത്യ രാജയോഗവും അതുപോലെ തന്നെ ധനയോഗവും, ബുധാദിത്യ രാജയോഗവും ധനയോഗവും, ഈ 2 യോഗങ്ങൾ പൊതുവിൽ 5 രാശിക്കാർക്ക്, അതിലെ നക്ഷത്ര ജാതർക്ക് വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവ മുഹൂർത്തങ്ങളാണ് നൽകി അനുഗ്രഹിക്കാൻ പോകുന്നത്. സൂര്യനും ബുധനും കുംഭം രാശിയിൽ ഒന്നിക്കുന്നതോടൊപ്പം ധനയോഗവും വന്നു ചേരുകയാണ്. ധനയോഗം രാജയോഗം പോലെ തന്നെ അനുഭവവേദ്യമാകുന്ന വലിയ യോഗമാണിത്. ധനം വന്നു ചേരുക എന്ന് പറയുന്നതാണല്ലോ പൊതുവിൽ നമുക്ക് ഏറ്റവും ആഗ്രഹമായിരിക്കുന്നൊരു വ്യവസ്ഥിതി എന്ന് പറയുന്നത്. സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ സുഖ ആരോഗ്യ രീതിയും കാർഷിക വ്യവസ്ഥയും ഒക്കെ നമ്മളിലേക്ക് വന്നു നിറഞ്ഞാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് ജീവിക്കുവാൻ തക്ക ധനം വന്നു ചേരുന്നത് വളരെയധികം ഭാഗ്യദായകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ ധനം വന്നു ചേരുന്ന ധനയോഗം, ധനരാജയോഗം എന്ന് തന്നെ പറയാം. ധനരാജയോഗവും ബുധാദിത്യ രാജയോഗവും വളരെ സംശുദ്ധമായും അനുഗ്രഹവേദ്യമായും വന്നു ചേരുന്ന സുന്ദരമായൊരു മുഹൂർത്തമാണ് ഫെബ്രുവരി മാസം 3-ാമത്തെ ആഴ്ചയിൽ സംജാതമാകാൻ പോകുന്നത്. മിഥുനം രാശിയാണ് ആദ്യത്തെ ഭാഗ്യഫലം അനുഭവിക്കുവാൻ അനുഗ്രഹയോഗ്യമായിരിക്കുന്ന രാശി. മകയിരം പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ ചേരുന്ന മിഥുനം രാശി ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമചന്ദ്രസ്വാമിയെയും ശരിക്കും പ്രാർത്ഥന നിർഭരമായിട്ട് പ്രസാദിപ്പിച്ചുകൊള്ളുക. വലിയ അനുഗ്രഹ സാധ്യമായിട്ട് ബുധാദിത്യ രാജയോഗവും ധനയോഗവും അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. സാമ്പത്തികമായ വലിയ നേട്ടങ്ങളാണ്
നിങ്ങളെ തേടിയെത്തുന്നത്. ആത്മവിശ്വാസം വർദ്ധിക്കും. പൊതുവിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ തലത്തിൽ ഉണരുവാനും ഉയരുവാനും തക്കതായിരിക്കുന്ന അനുഗ്രഹം വന്നു ചേരും. യുവാക്കൾക്ക് പഠനപരമായ കാര്യങ്ങളിൽ ഉയരാൻ കഴിയും. അതുപോലെ തന്നെ തൊഴിൽ മേഖലയെ അവരുടെ കൈക്കുള്ളിൽ എത്തിപ്പിടിക്കുവാൻ കഴിയും. സംശുദ്ധവും അതുപോലെ തന്നെ വളരെ വിശാലവുമായിരിക്കുന്ന ഒരു ലോകത്തിലേക്ക് എത്തുവാൻ പാകമായിരിക്കുന്ന തരത്തിൽ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ രണ്ട് യോഗങ്ങളും. ബുധാദിത്യ രാജയോഗവും ധനയോഗവും ഇവരെ പൂർണ്ണമായും അനുഗ്രഹിക്കുന്ന വ്യവസ്ഥയിലാണ് വന്നു ചേരാൻ പോകുന്നത്. തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾക്കൊക്കെ വളരെയധികം അനുകൂലമായ സമയമായി മാറും. ഫെബ്രുവരി മാസം മുതൽ അങ്ങോട്ട് ഒരു വർഷക്കാലത്തോളം ഈ രാശിയിൽ പിറന്ന നക്ഷത്ര ജാതർക്ക്. അതുപോലെ തന്നെ ഈ ആഴ്ച മുതൽ വളരെയധികം വ്യത്യസ്തമായിരിക്കുന്ന തരത്തിലുള്ള അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക തന്നെ ചെയ്യും. വിശാലമായിരിക്കുന്ന സാമ്പത്തിക വളർച്ചയും അതുപോലെ തന്നെ അഭിവൃദ്ധിദായകമായിരിക്കുന്ന ജീവിത പശ്ചാത്തലവും ഈ രാശിക്കാരിൽ നിറഞ്ഞ് ഒരു വർഷക്കാലത്തോളം അനുഭവവേദ്യമാകുന്ന സന്തോഷകരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പാതയിൽ ഇവർക്ക് മുന്നേറാൻ കഴിയുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും കാർഷികപരമായിട്ടും അതുപോലെ തന്നെ വിദേശപരമായിട്ടുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഉയർച്ചയുണ്ടാകുവാൻ കഴിയുന്ന അനുഗ്രഹമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെയും ധനയോഗത്തിലൂടെയും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി ദുർഗാദേവിയെയും ഭദ്രകാളി ദേവിയെയും പ്രസാദിപ്പിച്ചുകൊള്ളുക എന്നുള്ളതാണ് പറയാനുള്ളത്. ബുധാദിത്യ രാജയോഗത്തിൻ്റെയും അതുപോലെ തന്നെ ധനയോഗത്തിൻ്റെയും അനുഗ്രഹം പൂർണ്ണമായും ഈ രാശിക്കാരിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. കർക്കിടകം രാശിക്കാർക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ കഠിനാധ്വാനത്തിൻ്റെ ഫലമെന്ന വണ്ണം ധാരാളം സാമ്പത്തികമായ വിജയങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നേട്ടങ്ങൾ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും. പൂർത്തിയാക്കാൻ കഴിയാതെ കിടന്ന പല പദ്ധതികളും പൂർത്തിയാക്കാൻ ഈ രാശി നക്ഷത്ര ജാതർക്ക് കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നേട്ടങ്ങൾ ശരിക്കും ഇവരുടെ കൈകളിൽ എത്തുവാൻ കഴിയുന്ന തരത്തിൽ വിധി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പുതിയ വീട്, വാഹനം, അതുപോലെ തന്നെ ആഭരണങ്ങൾ തുടങ്ങിയവ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരിശ്രമങ്ങളെല്ലാം തന്നെ ഫലം കണ്ടെത്തുന്ന തരത്തിലേക്കാണ് ഈ രാശിക്കാരുടെ വഴി തുറന്ന് എത്തുന്നത്. സാമ്പത്തിക നേട്ടങ്ങളെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഗ്രഹമായിരിക്കും ഈശ്വരനിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നത്. സാമ്പത്തിക നഷ്ടങ്ങളെല്ലാം മാറി സാമ്പത്തികമായ ഉന്നമനത്തിന് വഴി തുറക്കുന്നതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന ബുധാദിത്യ രാജയോഗവും ധനയോഗവും ഈ രാശിജാതർക്ക് വളരെ വളരെ അനുഗ്രഹവേദ്യമാവുകയാണ്. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും അതുപോലെ തൊഴിൽപരമായിട്ടാണെങ്കിലും ജീവിതത്തിൻ്റെ ആരോഗ്യ വ്യവസ്ഥകളിലാണെങ്കിലും എല്ലാത്തിലും ഒരു വിദേശ യാത്ര രീതിയിലാണെങ്കിലും വളരെയധികം പുരോഗമനം ഈ രാശിക്കാർക്ക് വന്നു ചേരും എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. യക്ഷിയമ്മ, അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി ദേവി എന്നിവരെ പ്രാർത്ഥിച്ചുകൊള്ളുക. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആഴ്ച മുതൽ വരുമാനം ഇരട്ടിയായി മാറുന്നത് ദർശിക്കുവാനാകും. സാമ്പത്തിക നേട്ടം തീർച്ചയായും ഈ രാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും. തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും ഈ രാശിക്കാരിലേക്ക് വന്ന് നിറയും. പ്രയോജനകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നത് തിരിച്ചറിയുവാനും അത് അർത്ഥതലത്തിൽ തന്നെ ആസ്വദിക്കുവാനും കഴിയുന്നവരായി മാറും ഈ രാശിക്കാർ. വരുമാനം പലപ്പോഴും ഇരട്ടിയായി മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ വലിയ സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാകുന്നവരാകും ഈ രാശിജാതർ. ഏത് ഘട്ടത്തിലും കുടുംബത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നവരാണ് ഈ രാശിയിൽ ജനിച്ച നക്ഷത്രജാതരായിട്ടുള്ളവർ. ജോലിയിൽ വരുന്ന ഉയർച്ച, വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹ പൂർത്തീകരണം, ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യത്ത് പോയി പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ പല മേഖലയിലും പൂർത്തീകരിക്കാതെ കിടക്കുന്ന പദ്ധതികൾ പലതും പൂർത്തീകരിക്കാനുള്ള യോഗ്യത തുടങ്ങിയത്
ഒട്ടനവധിയായി കാണുന്ന രാശിജാതരാണ് ഇവർ. അതുപോലെ തന്നെ ഇവർ ആഗ്രഹിക്കുന്നതെന്തും ഇവരുടെ കൈകളിൽ എത്തിച്ചേരും. സമൃദ്ധിദായകമായൊരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ ഇവർക്ക് മുന്നേറുവാൻ കഴിയും. വരുന്ന ഫെബ്രുവരി മാസം 22 മുതൽ മുൻപോട്ട് നോക്കിയാൽ ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും ഇവരെ അനുഭവവേദ്യരാകും. താഴ്ചകൾ കുറവായിരിക്കും, ഉയർച്ചയായിരിക്കും കൂടുതലായി നിലനിൽക്കുന്നത്. താഴ്ചകൾ ഉണ്ടെങ്കിൽ പോലും സാമ്പത്തികമായ വ്യവസ്ഥകൾ കൊണ്ട് അവയെ പരിഹരിക്കുവാൻ കഴിയുന്ന തരത്തിൽ സമ്പത്ത് ഉയർന്നു വരുന്നത് അനുഭവിക്കുവാൻ കഴിയുന്നവരാണ് ഈ രാശിജാതർ. വിദ്യാഭ്യാസപരമായും കാർഷികപരമായും അതുപോലെ തൊഴിൽപരമായും ഒക്കെ ഒരുപാട് ഗുണങ്ങളും മാറ്റങ്ങളുമൊക്കെ ദർശിക്കുവാൻ കഴിയുന്ന ഒരു വർഷമായിട്ട് ഈ രാശിജാതർക്ക് അഥവാ തുലാം രാശി ജാതർക്ക് അനുഭവവേദ്യമായി മാറും. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം, പകുതി, അനിഴം, തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി. സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രാദേവിയും പൂജിച്ചുകൊള്ളൂ, പ്രാർത്ഥിച്ചുകൊള്ളൂ. അനുഭവങ്ങൾ ഇരട്ടിയായി നിങ്ങളുടെ കൈക്കുമ്പിളിൽ എത്തുക തന്നെ ചെയ്യും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച മുതൽ, അതായത് ഫെബ്രുവരി 3-ാമത്തെ ആഴ്ച മുതൽ ഫലദായകമായ ദിനങ്ങളായിരിക്കും പിന്നീട് അവരുടെ കൺമുമ്പിലേക്ക് എത്തുന്നത്. ഏതു തരത്തിലും ധാരാളം സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധിയിലേക്ക് പോകുന്നതിനായിട്ടുള്ള എല്ലാ പാതകളും ഇവർക്ക് മുമ്പിൽ കുബേര ഭഗവാൻ തുറന്നിട്ട് കൊടുക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ നിങ്ങൾക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് നിങ്ങളോട് വളരെയധികം ബഹുമാനം തോന്നുന്ന പല നിമിഷങ്ങളും ഉണ്ടാകുന്നു. അതിലൂടെ കീർത്തിദായകമായിരിക്കുന്ന ഒരു വ്യവസ്ഥിതി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാകും. യുവാക്കൾക്കൊക്കെ തൊഴിൽ ലഭിക്കുന്ന സമയമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ അലസരായി നിന്ന വിദ്യാർത്ഥികൾക്ക് അലസത മാറി ഊർജ്ജസ്വലമാകുന്ന ഒരു വ്യവസ്ഥിതി ബുധാദിത്യ രാജയോഗത്തിലൂടെയും ധനയോഗത്തിലൂടെയും വന്നു ചേരുക തന്നെ ചെയ്യും. ജീവിതത്തിൽ അഭിവൃദ്ധിദായകമായിരിക്കുന്ന ഒട്ടനവധി ഗുണങ്ങൾ പല മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വന്നു ചേരും. യൂണിഫോം ഫോഴ്സുകൾ, അതായത് പട്ടാളം, പോലീസ്, എക്സൈസ് തുടങ്ങിയ ജോലിസ്ഥരായിരിക്കുന്ന ഈ നക്ഷത്ര ജാതർക്ക് വളരെ വളരെ കീർത്തിതമായിരിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ടാകും. അതുപോലെ പ്രമോഷൻ സാധ്യതയുണ്ടാകും. സാമ്പത്തികമായ വമ്പൻ നേട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് മുന്നേറാൻ ഈ രാശിജാതർക്ക് കഴിയും. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു വർഷമായി നമുക്കിതിനെ കാണാൻ കഴിയും. ബുധാദിത്യ രാജയോഗവും അതുപോലെ തന്നെ ധനയോഗവും നൽകുന്ന അനുഗ്രഹങ്ങളിലൊന്ന് അതുതന്നെയാണ്. ഏതാഗ്രഹങ്ങളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായും വൃശ്ചികം രാശിജാതരായിരിക്കുന്ന നക്ഷത്ര ജാതർക്കുണ്ടാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ പിന്തുണ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കുണ്ടാകും. ഈ കാലഘട്ടം വളരെ കൂടുതൽ സഹായവും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളുമൊക്കെ നടക്കുന്ന സമയം തന്നെയായിരിക്കും. അതെല്ലാം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. വാഗ്ദാനങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് പൂർത്തീകരിക്കും. വെറും വാഗ്ദാനങ്ങളല്ല നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ യാഥാർത്ഥ്യങ്ങളായി എത്തിച്ചേരുന്ന വാഗ്ദാനങ്ങൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിജയം, യുവതീ-യുവാക്കൾക്ക് വിദ്യാഭ്യാസ വിജയവും തൊഴിൽ മേന്മയും, കാർഷിക വ്യവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് അതിൽ വലിയ സാമ്പത്തിക വർധനവ്, ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വമ്പൻ സാമ്പത്തിക ലാഭം തുടങ്ങി ആരോഗ്യ മേഖലയിൽ നിൽക്കുന്നവർക്ക് അതിൻ്റേതായ നിലയിലുള്ള ഉയർച്ച ഉണ്ടാവുക, പ്രൊമോഷൻ സാധ്യത ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ ലഭിക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് ഈ 2026 കാണാം. ബുധാദിത്യ രാജയോഗവും ധനയോഗവും തീർച്ചയായും വൃശ്ചികം രാശി ജാതർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് കൂടുതലും നൽകുന്നത്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പുരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗത്തിലൂടെയും ധനയോഗത്തിലൂടെയും വന്നു ചേരുന്നത് വമ്പൻ സാമ്പത്തിക നേട്ടങ്ങളാണ്. ഏതു വിധേനയും ഏതു വഴിയിലൂടെയും സമ്പത്ത് ധനുരാശിക്കാരുടെ കൈവശത്തിൽ എത്തിച്ചേരുന്നത് അവർക്ക് അനുഭവവേദ്യമാകും. കഴിവനുസരിച്ച് വരുമാനം ഇരട്ടിയാക്കുവാൻ കഴിയും. ജോലിയിൽ നിരവധി അവസരങ്ങൾ ഇവർക്ക് തേടി വരിക തന്നെ ചെയ്യും. ഉയർന്ന പദവിയിൽ ജോലിയിൽ മുന്നേറാൻ കഴിയും. സാമ്പത്തികമായിരിക്കുന്ന ധനപരമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിലനിൽക്കും. അതുപോലെ തന്നെ മക്കളുടെ വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാകുന്ന ഒരു വർഷമായി 2026 മാറും.
ബുധാദിത്യ രാജയോഗത്തിൻ്റെയും ധനയോഗത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല നല്ല കാര്യങ്ങളും കുടുംബത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ്. ഈ രാശി ജാതരായി ജനിച്ചിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് തീർച്ചയായും കുടുംബത്തിൽ വലിയ സ്ഥാനം തന്നെ ലഭിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളോടൊപ്പം ധാരാളം സമയം ചിലവഴിക്കാൻ കഴിയും. തീർത്ഥയാത്രകൾ, വിനോദയാത്രകൾ തുടങ്ങിയവ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകും. യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ പൂർണ്ണമായും എത്തിച്ചേരുക തന്നെ ചെയ്യും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് അത് നടക്കും. അതുപോലെ തന്നെ വിദേശത്ത് എത്തിയിട്ടും തൊഴിൽ ലഭിക്കാതെ ഇരിക്കുന്നവർക്ക് ഫെബ്രുവരി 22 ശേഷം തൊഴിൽ ലഭിക്കും. കൃഷിയുടേതായിരിക്കുന്ന മേഖലയിൽ നിലനിൽക്കുന്നവർക്ക് സാമ്പത്തികമായി ലാഭമുണ്ടാകും. ബിസിനസ് മേഖലയിൽ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് ലാഭമുണ്ടാകുമെന്ന് മാത്രമല്ല, പുതിയ പുതിയ ബിസിനസ് ബ്രാഞ്ചുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാഗ്യവും വന്നു ചേരും. ബുധാദിത്യ രാജയോഗത്തിലൂടെയും ധനയോഗത്തിലൂടെയും തീർച്ചയായും ഈ 5 രാശിക്കാർക്ക് വമ്പൻ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും ഈ 5 രാശിക്കാർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.